റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ആറന്മുളയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ വാഹനത്തിന് പിഴ ഈടാക്കിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ MVD. ഉദ്യോഗസ്ഥരുടെ സംഘടന നാളെ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും. സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് തീരുമാനം. വാഹന പരിശോധന ബഹിഷ്കരിച്ചതോടെ സർക്കാരിന് ഇന്നലെ ലക്ഷക്കണക്കിന് രൂപയാണ് പിഴ ഇനത്തിൽ നഷ്ടമായത്. ആഷിൻ ഡിയാഗോ വിവരങ്ങളുമായി. ആഷിൻ ഡിയാഗോ, ഇപ്പോൾ ആ സസ്പെൻഷൻ മനുഷ്യത്വരഹിതമായി പ്രവർത്തിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഇപ്പോൾ MVDമാർ ഒരുമിച്ച് അതിനെ എതിർക്കുകയാണോ? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, കഴിഞ്ഞ ദിവസമാണ് ഈ പരിശോധനയെ തുടർന്ന് ഈ രണ്ട് ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥർക്കെതിരായ അച്ചടക്ക നടപടി അത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ വാഹന പരിശോധനകളിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. മാത്രമല്ല, ഇനി വരുന്ന ദിവസങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കൃത്യനിർവഹണത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്നൊരു മുന്നറിയിപ്പാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. കാരണം ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി അത് തികച്ചും നിയമലംഘനമാണ്. കാരണം അവർ യാതൊരു വിധത്തിലുമുള്ള തെറ്റും ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയ ഒരു ജീപ്പ് ആ വാഹനത്തിൽ 2024 മുതൽ തന്നെ പല ആവർത്തി നിയമലംഘനങ്ങൾ നടത്തുന്നുണ്ട്. മാത്രമല്ല, പല ആവർത്തി പിഴ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ടും ഇവർ ഈ നിയമലംഘനം തുടർന്നു. അതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ഈ എക്സ്ട്രാ ലൈറ്റിംഗ് അടക്കം ഊരിമാറ്റാൻ അവർ തയ്യാറായിട്ടില്ല. തുടർന്ന് ഈ അടൂർ ടൗണിൽ വെച്ച് വീണ്ടും ഇതേ മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ഫൈൻ ഈടാക്കുകയാണ് നൽകിയിട്ടുള്ളത്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം നിയമലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷ നൽകണം, കടുത്ത ഫൈൻ ഈടാക്കണം എന്നൊരു മുന്നറിയിപ്പ് ഈ മോട്ടോർ വാഹന വകുപ്പിന് നൽകിയിട്ടുണ്ട്. ആ കോടതി ഉത്തരവ് പാലിച്ച ഉദ്യോഗസ്ഥർക്ക് എന്തിനാണ് ഈ ഒരു അച്ചടക്ക നടപടി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, ഈ അടൂർ ഭാഗത്ത്, പ്രത്യേകിച്ച് ഈ അടൂർ താലൂക്കിൽ എവിടെയും തന്നെ രക്ഷാപ്രവർത്തനത്തിലുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രളയ റിലീഫിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഈ വാഹനം പിടിക്കുന്ന സമയത്ത് ഈ വാഹനത്തിൽ പ്രളയ റിലീഫിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളോ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരോ ഉണ്ടായിരുന്നില്ല. മറിച്ച് വാഹനത്തിന്റെ ഉടമയും ഭാര്യയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ ഇത്തരത്തിൽ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് വാങ്ങുന്ന കടയ്ക്ക് മുന്നിലാണ് ഉണ്ടായിരുന്നത്. അതേ തുടർന്നാണ് ഈ ഒരു നടപടി ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വന്നത്. അത് തികച്ച അനീതിയാണ് കാട്ടിയിട്ടുള്ളത് എന്ന് കാണിച്ചാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഡ്യൂട്ടി ബഹിഷ്കരണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അവർ ഈ വാഹന പരിശോധനയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിദിനം സർക്കാരിന് ലഭിക്കേണ്ട ലക്ഷങ്ങളുടെ പിഴത്തുകയിലൂടെ കിട്ടേണ്ട ലക്ഷങ്ങളാണ് സർക്കാരിന് നഷ്ടമായിട്ടുള്ളത്. ഇനി തിങ്കളാഴ്ച നടക്കുന്ന മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിലാണ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ. ഈ ചർച്ചയിൽ മുഖ്യമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെടും ഈ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി പിൻവലിക്കണം, അല്ലെങ്കിൽ കടുത്ത പ്രതിഷേധ നടപടിയിലേക്ക് കടക്കും. അതിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ ബഹിഷ്കരിക്കാനാണ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുള്ളത്. സ്മൃതി, ശരി. അശ്വിൻ ഡിയോഗോ ആണ് വിവരങ്ങൾ നൽകിയത്.